राधे गोविंदा जय जय राधे गोपाला दीननाथ गोविंदा अनाथनाथ गोपाला दीननाथ गोविंदा अनाथनाथ गोपाल राधे गोविंदा जय जय राधे गोपाला राधे गोविंदा जय जय राधे गोपाला राधा लोला गोविंदा रासविलोला गोपाला गोविंदा जय गोविंदा गोपाला जय गोपाला गोविंदा गोपाला जय गोपाल जय राधे गोविंदा जय जय राधे गोपाला राधे गोविंदा जय जय राधे नंदकुमारा गोविंदा नवनीत चोरा गोपाला नंदकुमार नवनीत चोरा गोपाला गोविंदा जय गोविंदा गोपाला जय गोपाला गोविंदा जय गोविंदा जय गोपाला जय राधे गोविंदा जय जय राधे गोपाला राधे गोविंदा जय जय राधे गोपाला भक्तवत्सला गोविंदा भागवत प्रिय गोपाला भक्तवत्सला भागवत प्रिय गोपाला गोविंदा जय गोविंदा गोपाला जय गोपाला गोविंदा राधे गोविंदा जय जय राधे गोपाला राधे അടുത്ത് വയ്ക്കാൻ മാറി राधे गोविंदा जय जय राधे गोपाला राधे गोविंदा जय जय राधे गोपाला सर्वत्र गोविंदनाम संकीर्तनं गोविंद जय बोल सद्गुरु महाराज की जय നമുക്ക് ഏത് കാര്യത്തിനും ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട്. എന്താ കാരണം? ഇപ്പോൾ ABCD പഠിക്കാൻ പോലും എങ്ങനെ എഴുതണം അത് പഠിപ്പിക്കാൻ ഒരു ഗുരു വേണം. ഈ കാണാൻ പറ്റുന്ന ഈ ലൗകിക ജീവിതത്തിന് തന്നെ ഗുരു വേണം പറഞ്ഞാൽ, പിന്നെ കാണാൻ പറ്റാതെ ധർമ്മത്തെക്കുറിച്ചും അതേപോലെ ബ്രഹ്മത്തിനെക്കുറിച്ചും പഠിക്കണമെങ്കിൽ ഒരു ഗുരുനാഥൻ്റെ ആവശ്യം വേണം. അങ്ങനെ ഗുരു ഇല്ലാതെ പോകുന്നവർ ചിലപ്പോൾ ബുദ്ധിമുട്ടും. അതാണ് ഇവിടെ കാണിക്കുന്നു. പ്രിയവ്രതൻ്റെ ചരിത്രത്തിൽ പ്രിയവ്രതൻ കുറച്ചു കാലം കുടുംബജീവിതം നയിച്ചു, വീണ്ടും നാരദനെ ആശ്രയിച്ച് ഭഗവാനെ പ്രാപിച്ചു. പക്ഷേ പ്രിയവ്രതൻ്റെ പുത്രനായ ആഗ്നീദ്രൻ തപസ് ചെയ്യാൻ പോയി. അപ്പോൾ ദേവന്മാർക്ക് പറഞ്ഞു, അച്ഛനെ പോലെ മഹനും തപസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവ് നോക്കി, ഈ ആഗ്നീദ്രൻ ഒറ്റയ്ക്കേ പോയിട്ടുള്ളൂ, ഒരു ഗുരുനാഥൻ ഇല്ലാതെ പോയി. അപ്പോൾ ബ്രഹ്മാവ് നേരിട്ട് വന്നില്ലേ ഉപദേശിക്കാൻ. തൻ്റെ മുന്നിൽ നൃത്തം വയ്ക്കുന്ന പൂർവചിത്തി എന്ന പേരുള്ള അപ്സര സ്ത്രീയെ പറഞ്ഞു വിട്ടു. പൂർവചിത്യം നാമ അപ്സരസമഭിയാപയാമാസ സാ ച തഥാശ്രമോപവനമതിരമണീയം വിവിധ നിവിട വിടപി വിടപകുടൽ. പൂർവചിത്തി എങ്ങനെ നൃത്തം വയ്ക്കുന്നു, ഇവിടെ ഗദ്യം വർണ്ണിക്കുന്നു ശുകാചാര്യൻ. അത് പൂർവചിത്തി നൃത്തം പോലെ തന്നെ ഇവിടെ വർണ്ണിക്കുന്നു. ആ പൂർവചിത്തി എങ്ങനെ നൃത്തം വയ്ക്കുന്നു. താമേവ അവിദൂരെ മധുകരീമിവ സുമടസ ഉപജിഗ്രന്ഥിം ദിവിജ മണുജ മനോണേന ക്ലാദതുകൈർ ഗതിവിഹാര വ്രീഡ വിനയാവലോക സുസ്തരാക്ഷരാവയവേന മനസിനാം കുസുമായുധസ്യ വിദതീം വിവരം നിജമുഖ വിഗളിതാമൃതാസവസകാസ ഭാഷണാമോദ മദാന്ത മധുകരണികരോപരോധേന ദ്രുതപദവിന്യാസേന വൽക്കുസ്പന്ദന സ്തനകളസകപരഭാരരസനാം ദേവീം തദവലോകനേന വിവൃതാവസരസ്യ ഭഗവതോ മകരധ്വജസ്യ വസമുപണീതോ ജഡവതിരിഹോവാച. ഈ പൂർവചിത്തിയുടെ നൃത്തം കണ്ടപ്പോൾ എന്ത് ചെയ്തു? ആഗ്നീദ്രൻ തൻ്റെ തപസ് വിട്ടു, പൂർവചിത്തിയോട് വിവാഹം കഴിക്കാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ പൂർവചിത്തിയും വിവാഹം കഴിച്ചു. പൂർവചിത്തി പറയാൻ എന്താ കാരണം? നമ്മൾ സത്കർമ്മം ചെയ്യാൻ പുറപ്പെടുമ്പോൾ നമ്മുടെ പൂർവചിത്തം
അതെന്ത് ചെയ്യും? നമ്മളെ തടസ്സമുണ്ടാക്കും നമുക്ക്. അതാണ് ഇവിടെ പൂർവ്വചിത്തിയായിട്ട് ഇവിടെ വർണ്ണിക്കാൻ കാരണം. പക്ഷേ ഈ ആൾ പൂർവ്വചിത്തിയോട് കുറച്ചു കാലം ജീവിതം നയിച്ചു. കുട്ടികളൊക്കെ ഉണ്ടായ ശേഷം വീണ്ടും പൂർവ്വചിത്തി ലോകത്തിൽ തന്നെ ചെന്നു. ഈ ആഗ്നീധ്രന് 9 കുട്ടികളുണ്ടായി. ആ 9 കുട്ടികൾക്കും തൻ്റെ ജംബൂദ്വീപം എന്ന പേരുള്ള ദ്വീപത്തിന് 9 വർഷങ്ങളായി അത് പിരിച്ച് ഭാഗം ചെയ്ത് തൻ്റെ പുത്രന്മാർക്ക് കൊടുത്തു. അതിൽ ഈ ഭാരതദേശത്തിൻ്റെ ഈ ഭാരതവർഷത്തിൻ്റെ രാജാവാണ് നാഭി മഹാരാജാവ്. അദ്ദേഹത്തിന് സന്താനഭാഗ്യമില്ല. ഇപ്പോൾ സന്താനഭാഗ്യത്തിന് വേണ്ടി ഭക്തന്മാരെ വിളിച്ച് ഭാഗവതന്മാരെ വിളിച്ച് പോയി യാഗം നടത്തി. പുത്രകാമേഷ്ടി യാഗം. സാധാരണ യാഗം നടത്തുന്ന സ്ഥലത്തിലേക്ക് ഭഗവാൻ വരാറില്ല. യാഗത്തിൻ്റെ ഫലം മാത്രമേ കൊടുക്കുള്ളൂ. ഇവിടെ യാഗത്തിന് നേരിട്ട് ഭഗവാൻ വരുന്നു. ഇവിടെ കാരണം പറയുന്നു ശുകാചാര്യൻ ഭാഗവത വാത്സല്യതയാ. ഇവിടെ പറയുന്നു ദ്രവ്യ ദേശ കാല മന്ത്ര ഋത്വിക് ദക്ഷിണാവിധാന യോഗോപപത്യ ദുർധിഗമോപി ഭഗവാൻ ഭാഗവതവാത്സല്യതയാ സുപ്രതീക ആത്മാനമപരാജിതം നിജജനാഭിപ്രേതാർത്ഥ വിധിത്സയാ ഗൃഹീത ഹൃദയോ ഹൃദയംഗമം മനോനയനാനന്ദന അവയവ അഭിരാമമാവിശ്ചകാര. യാഗം ചെയ്യുന്നവർ ഭാഗവതന്മാരായതുകൊണ്ട് ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവർ ഗംഭീര സ്തുതിയൊക്കെ ചെയ്യുന്നു. ഭഗവാന്റെ പാദത്തിൽ ഒരു തുളസി സമർപ്പിച്ചാൽ മതി. തുളസിക ദൂർവാങ്കുരൈരപി സപര്യാകില പരമപരിതുഷ്യസി. ഒരു കറുകപ്പുല്ല് അല്ലെങ്കിൽ തുളസി, ഇതിന് ചിലവ് ഒന്നില്ലേ. റോട്ടിൽ ചെന്നാൽ കറുകപ്പുല്ലൊക്കെ കിട്ടും. അത് ഭഗവാൻ കറുകപ്പുല്ല് മഹാഗണപതിക്ക് മാത്രം വിചാരിക്കണ്ട, ഗുരുവായൂരപ്പനും കറുകപ്പുല്ല് കൊണ്ട് അർച്ചന ചെയ്യാം. ദൂർവാങ്കുരൈരപി വിധായ സതീം സപര്യാം അപ്യുത്തമാം ഗതിമസോ ഭജതേ എന്ന് വർണ്ണിക്കുന്നു വിന്ധ്യാവളിയും. ഇവിടെയും വർണ്ണിക്കുന്നു ഋത്വിക്കുകൾ. അങ്ങനെ ഒരു തുളസീദളം ഒരു കറുകപ്പുല്ല് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചാൽ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അപവർഗാഖ്യം, അപവർഗം തന്നെ തരാൻ തയ്യാറായിട്ടും. അപവർഗം പറഞ്ഞാൽ എന്താ അർത്ഥം? പവർഗം ഇല്ലാത്ത സ്ഥലം. പവർഗം പറഞ്ഞാൽ എന്താ? പ ഫ ബ ഭ മ. ഇതാണ് പവർഗം. കവർഗം, ചവർഗം, ടവർഗം, പവർഗം പറയാറുണ്ടല്ലോ. ഈ പവർഗം ഇല്ലാത്ത സ്ഥലമാണ് അപവർഗം. പാപാണിച്ച ഫലാകാംക്ഷ ബന്ധോ ഭയം അസൗഖ്യതം മാലിന്യം എത്ര നൈവാസ്തി. പാപം ഇല്ലാത്ത സ്ഥലം. ഭ പാപഫലമായ ദുഃഖം ഇല്ലാത്ത സ്ഥലം. ബ ബന്ധം ഇല്ലാത്ത സ്ഥലം. ഭ ഭയം ഇല്ലാത്ത സ്ഥലം. പിന്നെ മാലിന്യം. ഈ പാപം, ഫലം, ബന്ധം, ഭയം, മാലിന്യം, ഇത് 5ഉം ഇല്ലാത്ത സ്ഥലമാണ് വൈകുണ്ഠം. നമ്മളൊക്കെ വൈകുണ്ഠത്തിൽ കൊണ്ടുപോകാൻ ഭഗവാനുക്ക് താല്പര്യമുണ്ട്. പക്ഷേ നമ്മളൊന്നും ശുദ്ധരായിട്ടില്ല. വൈകുണ്ഠത്തിൽ പോയാൽ അവിടെയും നമ്മൾ മാലിന്യമാക്കും. സ്വച്ഛ ഭാരത്തിന് മോഡി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ ആദ്യം നമ്മുടെ മുറി സ്വച്ഛമായി വയ്ക്കണം. എൻ്റെ മുറി നോക്കണ്ട കേട്ടോ. നമ്മുടെ മുറി സ്വച്ഛമായിരിക്കണം. പിന്നെ നമ്മുടെ വീട് സ്വച്ഛമായിരിക്കണം. പിന്നെ നമ്മുടെ തെരുവ് സ്വച്ഛമാവണം. പിന്നെ നമ്മുടെ നാട് സ്വച്ഛമാവണം. പിന്നെ നമ്മുടെ ദേശം. അങ്ങനെ മുഴുവനും സ്വച്ഛമായി കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അടുത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മാലിന്യം ഇല്ലാത്ത സ്ഥലമാണ്. അതാണ് അപവർഗം. അപവർഗം തന്നെ തരാൻ തയ്യാറായിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകാൻ തയ്യാറില്ല. വൈകുണ്ഠം കൊടുക്കാൻ ഭഗവാൻ പറഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടമില്ല. ഇവിടെ ഗുരുനാഥൻ നല്ല ഉദാഹരണം പറയും. ഒരാൾ ഓഫീസ് പോകുന്ന സമയത്ത് ഒരു നായ്ക്കുട്ടിയെ കണ്ടു. ആ നായ്ക്കുട്ടിയെ കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓരോ ദിവസം ഓഫീസ് പോകുന്ന സമയത്തും വരുന്ന സമയത്തും ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു. ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ ആ നായ നോക്കി ആരാണ് നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് മനസ്സിലാക്കി. ഒരു ആഴ്ച കിട്ടിയപ്പോൾ അവൻ്റെ മണം പിടിച്ച് എന്ത് ചെയ്തു? ഈ നായ അയാളുടെ വീട്ടിലെ മുന്നിലെത്തി. പിന്നെ ഇയാൾ ഓഫീസ് പോകുമ്പോൾ തന്നെ ഇങ്ങനെ നമസ്കരിക്കുന്നു. പിന്നെ അത് വലിയ ആളാണ്, പണമുള്ള ആളായതുകൊണ്ട് ചെയ്തു ഒരാളെ വിളിച്ച് പറഞ്ഞു ഈ നായിനെ കുളിപ്പിക്കാനും പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാനും പിന്നെ വാക്യം കൊണ്ടുപോകാനും ആളെ നിയോഗിച്ചു. ചെയ്തോളൂ പറഞ്ഞു. പക്ഷേ ശമ്പളത്തിന് ചെയ്യുന്ന ആൾ വാക്യം കൊണ്ടുപോകുന്നു, പിന്നെ ഭക്ഷണം കൊടുക്കുന്നു. പക്ഷേ നായ്ക്കറിയാം നമ്മളെ വേണ്ട വിധത്തിൽ നോക്കുന്ന ആൾ യജമാനെന്നാണെന്ന്.
ഓഫീസ് പോകുന്ന അയാൾ വരുമ്പോൾ ഇങ്ങനെ നമസ്കരിക്കും, ഒന്ന് വാളാട്ടും. അതുപോലെയാണ് ഭഗവാൻ നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നത് എന്തിനാ ചോദിച്ചാൽ ആയുർ, ആരോഗ്യം, ഐശ്വര്യം. ഇത് ആയുസ്, ആരോഗ്യം, ഐശ്വര്യമൊക്കെ ഈ നായ്ക്കുട്ടിക്ക് ബിസ്ക്കറ്റ് ഇടുന്നത് പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂരപ്പൻ കൊടുക്കുന്നു. പിന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇഷ്ടം ഗുരുവായൂരപ്പൻ എന്ത് ചോദിച്ചാലും തരുന്നുണ്ടല്ലോ എന്ന് നമ്മൾ സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരും. ആദ്യം ഒരു കല്യാണത്തിന് വേണ്ടി അപേക്ഷ വെച്ചപ്പോൾ ഭഗവാൻ കല്യാണത്തിന് അനുഗ്രഹിച്ചു. പിന്നെ വീണ്ടും കല്യാണം കഴിഞ്ഞല്ലോണം ഭഗവാൻ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നു. പിന്നെ ഒരു ഉണ്ണി ഉണ്ടാവണം പ്രാർത്ഥിച്ചപ്പോൾ അതും കൂടി അനുഗ്രഹിച്ചു ഭഗവാൻ. ഉണ്ണി ഉണ്ടായപ്പോൾ വീണ്ടും ചോറ് ഉണ്ണാൻ വേണ്ടി വീണ്ടും ഗുരുവായൂരപ്പന് മുന്നിലെത്തി. ഇങ്ങനെ ഓരോരോ കാര്യം ഭഗവാൻ സാധിപ്പിച്ച് കൊടുക്കുമ്പോൾ പിന്നെ ഗുരുവായൂരപ്പനല്ലേ നമ്മുടെ കാര്യം സാധിച്ചു. ഇനി ഗുരുവായൂർ തന്നെ ഒരു ഫ്ലാറ്റ് മേടിക്കാം, അവിടെ തന്നെ സ്ഥിരതാമസം ആക്കാമെന്ന് നമ്മളെ എല്ലാവരെയും ഭഗവാൻ തൻ്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ നായ്ക്കുട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് അവസാനം വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ യജമാനൻ. അതുപോലെയാണ് ഗുരുവായൂരപ്പൻ നമുക്കിതൊക്കെ കൊടുക്കുന്നു. അവസാനം നമുക്ക് അപവർഗം കൊടുക്കാനാണ് താത്പര്യം. പിന്നെ എന്തായി, ആ നായെപ്പോലെ നമുക്കും നന്ദി വേണം. നമ്മളെ നോക്കാൻ പല ആളുകളുണ്ടാവും. നമ്മൾ വിചാരിക്കുന്നു ഇയാളെ എന്നെ നോക്കുന്നു. ഓരോരോ ആൾ രൂപത്തിൽ, ഭർത്താവിൻ്റെ രൂപത്തിൽ നമ്മൾ നോക്കുന്നത് ഗുരുവായൂരപ്പനാണ്. ഭാര്യയുടെ രൂപത്തിൽ നമുക്ക് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത് ഗുരുവായൂരപ്പനാണ്. നമുക്ക് അത് ഓർമ്മ ഉണ്ടാവണം. അങ്ങനെ ഭഗവാൻ എല്ലാം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഒക്കെ ഇവിടെ സ്തുതിക്കുന്നു. ഇവരുടെ സ്തുതിയിൽ നല്ല ഒരു പ്രാർത്ഥന ഉണ്ട്. 5-ാമത്തെ സ്കന്ധം 3-ാമത്തെ അധ്യായം 12-ാമത്തെ ഗദ്യം. ഭഗവാനോട് എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഗദ്യമാണ്. അഥ കഥഞ്ചിത് സ്ഖലനക്ഷുത്പതന ജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം ന സ്മരണായ ജ്വരമരണദശായാമപി സകലകസ്മല നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തു. ഭഗവാനെ, ഞങ്ങളുടെ നാവിൽ എപ്പോഴും നിൻ്റെ തിരുനാമം വരാൻ അനുഗ്രഹിക്കണേ. സ്ഖലന വീഴുന്ന സമയത്തിലും, സ്ഖലന ക്ഷുത്ത് വിശക്കുന്ന സമയത്തിലും, പതന പിന്നെ വീഴുന്ന സമയത്തും, ജൃംഭണ കോട്ടുവായി വിടുന്ന സമയത്തിലും, ദുരവസ്ഥാനാദിഷു നമ്മൾ തുമ്മുന്ന സമയത്തും ഇങ്ങനെ പറയാൻ പാടില്ല, കൃഷ്ണ എന്ന് പറയുന്നു. കോട്ടുവായി അങ്ങനെ പറയാൻ പാടില്ല. കൃഷ്ണ ഇങ്ങനെ ഓരോരോ സമയത്തും, ഏമ്പക്കം വിടുന്ന സമയത്തിലും അങ്ങനെ പറയും കൃഷ്ണ. ഏത് സമയത്തിലും ഇങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ച് അഭ്യസിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. സ്ഖലന ക്ഷുത്പതന ദുർബണ ദുരവസ്ഥാനാദിഷു വിവശാനാം ന സ്മരണായ ജ്വര മരണദശായാമപി. ജ്വരസമയത്തിലും മരണസമയത്തിലും ഏത് സമയത്തിലും ഭഗവാനെ നിൻ്റെ നാമം ജപിക്കാൻ അനുഗ്രഹിക്കണേ. അങ്ങനെ നാമം ജപിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. എന്താ ചെയ്യുക, അവസാന സമയത്ത് നാരായണാണ് വിളിച്ചത് കൊണ്ട് രക്ഷപ്പെട്ടല്ലേ അജാമിലൻ. അതുപോലെ നമുക്കും രക്ഷപ്പെടാൻ സാധിക്കാം. അങ്ങനെ നാമം വരണമെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കണം. പറയാറുണ്ടല്ലോ, നാരായണാവെന്ന് സദാ ജപിച്ചാൽ പാപം കെടും, പശി കെടും. നാവിൻ നിവർച്ചവരും ഏറ്റവും അന്ത്യകാലേ. നമുക്കൊക്കെ അതിങ്ങനെ ആയിട്ടില്ലേ. മഹാത്മാക്കളുടെ ഇത് പ്രാർത്ഥനയാണ്. നാരായണാവെന്ന് ജപിച്ചാൽ പാപം കെടും, പശി കെടും. നമുക്ക് കൂടുതൽ നാരായണനാണ് ജപിച്ചാൽ പശി ആയല്ലോ വിചാരിച്ചു. നമുക്ക് പശി കെട്ടിട്ടില്ലേ, പശി നമുക്ക് ഉണ്ടാവും, കുഴപ്പമില്ലേ, ഭക്ഷണം കഴിച്ചിട്ട് നാമം ജപിച്ചോളൂ. പിന്നെ നാമസിദ്ധനാവുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവും. പാപം കെടും പശി. നാവിൻ നിനർച്ചവരും ഏറ്റവും അന്ത്യകാലേ. അന്ത്യകാലത്തിൽ നാരായണ ജപിക്കാനുള്ള ആ ഭാഗ്യം നമുക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ 12-ാമത്തെ ഗദ്യം. പിന്നെ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഈ രാജാവിന് നിന്നെപ്പോലെ ഒരു നല്ല ഉണ്ണിയെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു, എന്നെപ്പോലെ ഉണ്ണി ലോകത്തിൽ ഇല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ ഉണ്ണിയായി ജനിച്ചോളാം ഭഗവാൻ. ഈ നാഭി മഹാരാജാവിനും അദ്ദേഹത്തിൻ്റെ ഭാര്യ മേരുദേവിക്കുമായി ഭഗവാൻ ഋഷഭൻ എന്ന പേരിൽ അവതരിച്ചു. ഋഷഭൻ ജനിച്ചപ്പോൾ ഈ ഭാരതദേശം നല്ല സമൃദ്ധമായിരുന്നു, വിഭവസമൃദ്ധമായിരുന്നു. ഇത് കണ്ടപ്പോൾ ഇന്ദ്രനുക്ക് അസൂയ തോന്നി. എന്ത് ചെയ്തു? മഴയില്ലാതാക്കി. ഇന്ദ്രനുക്ക് രണ്ടേ അറിയത്തുള്ളൂ, ഒന്ന് കൂടുതൽ മഴ പെയ്യിക്കും, അല്ല ഒന്ന് പൊട്ടിയില്ലാതാക്കും. ഈ ഋഷഭൻ്റെ അവതാര സമയത്ത് മഴയില്ലാതായപ്പോൾ ഋഷഭദേവൻ ആകാശം നോക്കി ഒന്ന് ചിരിച്ചു. പ്രഹസ്യ ആത്മയോഗമായയാ സ്വവർഷമജനാഭന്നാമ അഭ്യവർഷത്ത്.
അങ്ങനെ ചിരിച്ചപ്പോൾ മഴ പെയ്തു. അപ്പോൾ നമുക്ക് മഴയില്ലാത്ത സ്ഥലത്ത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണം ഋഷഭദേവനെ. ഇവിടെ കേരളത്തിൽ എപ്പോഴും മഴ വരുന്നുണ്ട്, കുഴപ്പമില്ലേ. തമിഴ്നാട്ടിലാണ് മഴ വരില്ലേ. അത് തമിഴ്നാട്ടിൽ തുലാവർഷമാണ് പ്രധാനമായിട്ട് വരുള്ളൂ. ഇവിടെ കർക്കടക വർഷമാണ്. ഇവിടെ തുലാവർഷം അവിടെ പ്രധാനമായിട്ട് വരും. എന്തായാലും മഴ വേണമെങ്കിൽ ഋഷഭദേവനെ പ്രാർത്ഥിക്കണം. ആത്മയോഗമായ സ്വവർഷമജനാഭം നാമ അഭ്യവർഷത്ത്. പിന്നെ ഋഷഭദേവൻ വിവാഹം കഴിച്ചു, കുട്ടികളൊക്കെ ഉണ്ടായി. ആ കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കുന്നു. 5-ാമത്തെ സ്കന്ധം 5-ാമത്തെ അധ്യായം ഋഷഭഗീത എന്നാണ് മഹാത്മാക്കൾ പറയുന്നു. നായം ദേഹോ ദേഹഭാജാം ലോകേ കഷ്ടാൻ കാമാനർഹത്തെ വിദ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യേത്യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. നായം ദേഹോ, ഈ മനുഷ്യ ശരീരം സാധാരണ ലൗകിക സുഖം അനുഭവിക്കാൻ വേണ്ടിയില്ലേ, വിവാഹം കഴിക്കാനും കുട്ടികൾ ഉണ്ടാവാനും ഇതൊക്കെ മനുഷ്യനായിട്ട് ജനിക്കേണ്ട ആവശ്യമില്ല. ആഹാര നിദ്ര ഭയമൈഥുനാനി സാമാന്യമേതത് പശുഭിർനരാണാം. അത് നായായിട്ട് ജനിച്ചാൽ എവിടെ വേണമെങ്കിലും വിവാഹം കഴിക്കാം, എവിടെ വേണമെങ്കിലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ഈ മനുഷ്യജന്മം ധർമ്മം ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം നായ്ക്ക് ധർമ്മമില്ലേ. കുട്ടിനായി അമ്മയുടെ അടുത്ത് പാല് കുടിച്ച് അത് വലുതാവും. പിന്നെ എവിടെയെങ്കിലും ആളുകൾ വിളിച്ചു ഭക്ഷണം കൊടുത്താൽ ഈ അമ്മനായി കഴിക്കാൻ വരുമ്പോൾ ഈ കുട്ടീനായി ചെയ്യും അന്ന് അമ്മനായി വിരട്ടി ഈ കുട്ടീനായി കഴിക്കും. ഇത് കഥ പോലെ തോന്നുന്നു. ഇപ്പോൾ മിക്കവാറും കുട്ടികൾ അങ്ങനെയാണ്. അച്ഛനമ്മകളും അധികം വിചാരിച്ച് എവിടെയോ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു. കുഴപ്പമില്ല, വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയാലും പൈസ കൊടുത്താൽ കുഴപ്പമില്ല. പൈസയും കൊടുക്കാതെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നു. ചില ആളുകൾ ഗുരുവായൂരപ്പൻ്റെ ഇടയിൽ ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് ഓടി രക്ഷപ്പെടും. അതേപോലെ വൃന്ദാവനത്തിൽ അനാഥനാഥ ദീനബന്ധോ രാധേ ഗോവിന്ദ. പുരുഷന്മാരെങ്കിലും ഇങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും. അനാഥയായിട്ട് വിധവയായിട്ട് എത്ര സ്ത്രീകളെ അവിടെ വൃന്ദാവനത്തിൽ അതിനുവേണ്ടി വിധവ സേവാസദനം, വൃദ്ധസേവാസനം നിറയെ സ്ത്രീകളും ഇതുമാതിരി ഭിക്ഷക്കാരായിട്ടിരിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു സ്ഥലം വൃന്ദാവനത്തിൽ ഭഗവാൻ വച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ കുട്ടികൾ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടികൾക്ക് ഭക്ഷണം പോലും കിട്ടാതെ സ്വന്തം മാംസം കഴിക്കേണ്ടി വരും. സ്വമാംസം ഖാദയന്തിഹി എന്നാണ് ഭഗവാൻ പറയുന്നു ദശമസ്കന്ധത്തിൽ. അപ്പോൾ മനുഷ്യന്മാർക്ക് അച്ഛനമ്മമാരെ നോക്കണം. ഇതൊക്കെ ധർമ്മങ്ങളൊക്കെ ഉണ്ട്. ആ ധർമ്മം ആചരിക്കാൻ വേണ്ടിയാണ് ഈ മനുഷ്യ ശരീരം. മാത്രമില്ല, ധർമ്മം മാത്രം ചെയ്താൽ കാര്യമില്ല, ധർമ്മസൂക്ഷ്മം കൂടി മനസ്സിലാക്കണം. ധർമ്മസൂക്ഷ്മം എന്താണ്? സാധാരണ ധർമ്മം മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥിദേവോ ഭവ. ഇതൊക്കെ ധർമ്മങ്ങളാണ്. ധർമ്മത്തിൻ്റെ സൂക്ഷ്മം കൂടി മനസ്സിലാക്കണം. ധർമ്മത്തിൻ്റെ തത്വം എന്താണ്? അമ്മയായാലും അച്ഛനായാലും ധർമ്മം ഉപദേശിക്കണം. അധർമ്മം ഉപദേശിച്ചാൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കുട്ടി അമ്പലത്തിന് സന്ധ്യാസമയത്ത് തൊഴാൻ പോകുമ്പോൾ അച്ഛൻ വിളിക്കുന്നു, എൻ്റെ സുഹൃത്ത് ഇന്ന് വന്നില്ലേ, ചൂത് കളിക്കാൻ എൻ്റെ ഒപ്പം വരൂ പറഞ്ഞാൽ പിതൃദേവോ ഭവ, ചൂത് കളിക്കാൻ പോകരുത്. അച്ഛനായാലും അമ്മയായാലും ധർമ്മം പറഞ്ഞാൽ മാത്രമേ അനുസരിക്കാവൂ. അധർമ്മം പറഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുകൂടി ഇവിടെ ഉപദേശിക്കുന്നു. ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാസ്യാത് ദൈവം ന തത്സ്യാന്ന പതിശ്ച സസ്യാത് നമോ ചയേത്യസ് സമുപേത മൃത്യും. അച്ഛനായാലും അമ്മയായാലും ഗുരുനാഥനായാലും ധർമ്മം പറഞ്ഞാൽ മാത്രമേ അനുസരിക്കാവൂ. അതിന് ഉദാഹരണം നമുക്ക് പുരാണങ്ങളിൽ കാണുന്നുണ്ട്. അമ്മയുടെ വാക്ക് പരിപാലിച്ചിട്ടില്ലേ? ആരാണ്? ഭരതൻ. രാമനുക്ക് രാജ്യം കൊടുക്കേണ്ട പറഞ്ഞു, അത് ഉപേക്ഷിച്ചു ഭരതൻ. അച്ഛൻ്റെ വാക്ക് പരിപാലിച്ചിട്ടില്ലേ? പ്രഹ്ലാദൻ. ഹിരണ്യകശിപു നാരായണ ജപിക്കരുത് പറഞ്ഞപ്പോൾ അത് ലംഘിച്ച് നാരായണ ജപിച്ചു. ബാക്കി അച്ഛൻ്റെ കാര്യം അച്ഛൻ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്തു. തീയിൽ ചാടണം പറഞ്ഞപ്പോൾ തീയിൽ ചാടി, വെള്ളത്തിൽ ചാടണം പറഞ്ഞപ്പോൾ വെള്ളത്തിൽ ചാടി. ഇതൊക്കെ അച്ഛൻ പറഞ്ഞ എല്ലാം ചെയ്തു.
പ്രഹ്ലാദൻ. പക്ഷേ നാരായണ ജപിക്കരുത് പറഞ്ഞപ്പോൾ അവിടെ ലംഘിച്ചു. കാരണം പ്രധാനം ഭഗവാന്റെ ധർമ്മമാണ്. പിന്നെ ആചാര്യൻ്റെ വാക്യം ലംഘിച്ചു. ബലിചക്രവർത്തി ദാനം കൊടുക്കേണ്ടാൻ പറഞ്ഞു വാമന ഭഗവാനക്ക്, അത് ലംഘിച്ചു ബലിചക്രവർത്തി. പിന്നെ യജ്ഞദീക്ഷിതന്മാർ വിപ്രന്മാർ തൻ്റെ ഭാര്യമാരെ തടഞ്ഞു കണ്ണൻ്റെ അടുത്ത് പോകരുതെന്ന്. അവർ ലംഘിച്ച് ചെന്നു. പക്ഷേ കണ്ണൻ അവർക്കും ഭക്തിയെ കൊടുത്തു. അതേപോലെ സ്വജനോ നസത് ഗുരുർനസ്യാത് സ്വസനോ നസ്യാത് പിതാ നസ്യാത് ജനനീ നസ്യാത് ദൈവം ന തത്സ്യാന്ന പതിശ്ച സസ്യാൻ നമോ ചയേത്യസ് സമുപേത മൃത്യും. അതേപോലെ ഒരു ദൈവത്തെ നമ്മൾ ശ്രദ്ധയായിട്ട് ഉപാസിച്ചാൽ ആ ദൈവം നമുക്ക് എന്താ ഉപദേശിക്കേണ്ടത്? ദൈവം നമുക്ക് കണ്ണൻ്റെ കാല് പിടിച്ചോളൂ, കണ്ണൻ നിന്നെ രക്ഷിക്കും. അങ്ങനെ നമ്മൾ ഉപാസിക്കുന്ന ദൈവൻ നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഭഗവത് രസികൻ എന്ന പേരുള്ള ഭക്തൻ മഹാഗണപതി ഭക്തനായിരുന്നു. മല്ലിയൂർ തിരുമേനിയെപ്പോലെ മഹാഗണപതി ഭക്തനായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഭഗവാനക്ക് മോദകം നേദിച്ചപ്പോൾ മഹാഗണപതി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഞാൻ സാധാരണ ഗണേശനാണ്, വേറെ ഒരു ഗണേശനുണ്ട്. അതാണ് ഗോപി ഗണേശൻ. ഗോപി ഗണേശൻ കൃഷ്ണനുണ്ട്. ആ കൃഷ്ണൻ്റെ കാല് പിടിച്ചോളൂ, ഭജ ഗോപി ഗണേശ്വരം. എനിക്ക് ഈ ലോകത്തിൻ്റെ സുഖം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, മോക്ഷം കൊടുക്കണമെങ്കിൽ കണ്ണനക്ക് മാത്രമേ പറ്റുള്ളൂ. മോക്ഷമിച്ചേ ജനാർദ്ദനാഥ്, കണ്ണൻ്റെ കാല് പിടിച്ചോളൂ എന്ന് ഉപദേശിച്ചു മഹാഗണപതി തൻ്റെ ഭക്തർക്ക്. അതേപോലെ പീപ്പാജീനൂർ മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ദേവീ ഭക്തനാണ്. അദ്ദേഹം കഠിന പായസം തയ്യാർ ചെയ്തു വച്ച് അമ്മയെ വിളിച്ചാൽ അമ്മ നേരിട്ട് പ്രത്യക്ഷമായി വരും, അമ്മയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കും. ഒരു ദിവസം ആ ഭക്തൻ പൗർണമി ദിവസം വെള്ളിയാഴ്ച അമ്മയെ വിളിച്ചു, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, 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 ശ്രീഭദ്രേ നാരായണ, ശ്രീഭദ്രേ നാരായണ. അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പ്രത്യക്ഷമായി. സാധാരണ അമ്മ പ്രത്യക്ഷമാവാറുണ്ട്, ഇന്ന് വന്നില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് സങ്കടമായി, അമ്മയെ എന്ത് കുറ്റം ചെയ്തു, ഞാൻ ഭക്ഷണം ശുദ്ധമായിട്ട് തയ്യാർ ചെയ്തിട്ടുണ്ട്, ഞാനും വളരെ ശുദ്ധനായി കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്, എന്താ ഇന്ന് പ്രസാദം സ്വീകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ഏട്ടനായ ശ്രീ ഭഗവാന്റെ ഭക്തന്മാർ നിൻ്റെ നാട്ടിൽ വന്നിട്ടുണ്ട്. രാമാനന്ദൻ പേരുള്ള മഹാത്മാ, ആ രാമാനന്ദ മഹാത്മാവാണ് ഉത്തരഭാരതത്തിൽ രാമാനുജാചാര്യൻ പോലെ എല്ലാവർക്കും വൈഷ്ണവ ദീക്ഷ കൊടുത്ത മഹാത്മാവാണ്. കബീർദാസർ, തുളസീദാസൻ ഉള്ള വലിയ മഹാത്മാക്കൾക്ക് ഗുരുനാഥനാണ്. ആ രാമാനന്ദൻ തൻ്റെ ശിഷ്യന്മാരോട് വന്നിട്ടുണ്ട്, നീ എനിക്ക് പൂജ ചെയ്താൽ എനിക്ക് ഇഷ്ടമില്ലേ, എൻ്റെ ഏട്ടൻ്റെ ഭക്തന്മാരായ ആ രാമാനന്ദനെ ആശ്രയിച്ച് രാമനാമം ജപിച്ചോളൂ, അപ്പോൾ മോക്ഷം കിട്ടും എന്ന് അമ്മ ഉപദേശിച്ച ശേഷം ഈ രാജാവ് ചെയ്തു. പിന്നെ ആ രാമാനന്ദനെ ആശ്രയിച്ച് അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. കാരണം കുട്ടികൾ വിശന്നിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്താൽ അമ്മ സ്വീകരിക്കാറില്ല. ആദ്യം അമ്മ കുട്ടികൾക്ക് കൊടുത്തിട്ടേ കഴിക്കുള്ളൂ. ചിലപ്പോൾ പാൽ കൊടുക്കുന്ന അമ്മ വേണമെങ്കിൽ ആദ്യം കുറച്ച് കഴിച്ചിട്ട് കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടി കഴിക്കും. സാധാരണ അമ്മമാർ കുട്ടികൾക്ക് കൊടുത്തിട്ടേ കഴിക്കാറുള്ളൂ. അപ്പോൾ എൻ്റെ ഏട്ടൻ്റെ ഭക്തന്മാരായ രാമാനന്ദനെ ആശ്രയിച്ചോളൂ എന്ന് അമ്മ ആ പീപ്പാജി മഹാരാജാവിനെ ഉപദേശിച്ചു. ഇങ്ങനെ എത്ര ഭക്തന്മാരുടെ കഥ. നമുക്ക് ഓരോരോ ദേവനെയും ഉപാസിക്കുമ്പോൾ ആ ദേവൻ ശരിക്കും അനുഗ്രഹിക്കണം. എന്താണ്? ജ്ഞാനം കൊടുക്കണം. അല്ലെങ്കിൽ ജ്ഞാനം കൊടുക്കുന്ന ഭഗവാന്റെ അടുത്ത് പോകണം, പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ആ ദൈവം അയാളെ വഞ്ചിക്കുന്നു പറയേണ്ടി വരും. ഇത് ഞാൻ പറയുന്നത് വിചാരിക്കണം കേട്ടോ. ദൈവം ന തത്സ്യ, ഇവിടെ ഋഷഭദേവൻ പറയുന്നുണ്ട്. ശരിക്കും നമ്മൾ ഒരു ദൈവത്തെ ഉപാസിച്ച് കഴിഞ്ഞാൽ ആ ദൈവം നമുക്ക് ജ്ഞാനം കൊടുത്താലാണ് ശരിയായ അനുഗ്രഹം. ജ്ഞാനം കൊടുക്കാതെ പിന്നെ ഐശ്വര്യം, ആരോഗ്യം ഇതൊക്കെ സാധാരണമാണ്.
പ്രധാനമായി നമുക്ക് വേണ്ടത് ആ ജ്ഞാനമാണ്, മോക്ഷമാണ്. അത് ഉപദേശിച്ചാൽ നമുക്ക് അനുഗ്രഹം കിട്ടി നമുക്ക് വിചാരിക്കാം. ഇങ്ങനെ ധർമ്മ സൂക്ഷ്മങ്ങളെ ഉപദേശം കൊടുത്തു ഋഷഭദേവൻ. പിന്നെ അദ്ദേഹം ഒരു അവധൂത സന്യാസിന്, ചില സന്യാസിമാർ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ശേഷാദ്രി സ്വാമികൾ, രമണ മഹർഷി, അവരൊക്കെ അവധൂത സന്യാസിമാരിൽപ്പെട്ടവരാണ്. സാധാരണ സന്യാസിമാർ കാഷായം, ദണ്ഡം, കമണ്ഡലമൊക്കെ ഇതൊക്കെ നിയമസന്യാസിയാണ്. നിയമമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് ആദ്യത്തെ പടിയിൽ ഈ ദണ്ഡം, കമണ്ഡലമൊക്കെ വേണ്ടി വരും. പിന്നെ ശേഷാദ്രി സ്വാമികളെപ്പോലെ, രമണ മഹർഷി പോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദണ്ഡം, കമണ്ഡലം ഒന്നും ആവശ്യമില്ല. അവർക്ക് ഒരു കോപീനം പോലും ആവശ്യമില്ല. ഭക്തന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ വിചാരിച്ച ഒരു കോപീനം മാത്രം, ഒരു കോണകം മാത്രം കൊടുത്തിരുന്നു, വേറെ ഒന്നും അവർക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ള അവധൂത സന്യാസിയായിട്ട് ഇദ്ദേഹം സഞ്ചരിക്കാൻ തുടങ്ങി. ഇദ്ദേഹം വസ്ത്രമില്ലാതെ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ കർണാടക ദേശത്തിൽ ഒരു രാജാവ് നോക്കി, ഇങ്ങനെ വസ്ത്രമില്ലാതെ സഞ്ചരിച്ചാൽ മുക്തി കിട്ടും വിചാരിച്ച് അയാൾ ചെയ്തു അർഹന് ഒരു പേര് വെച്ച് പിന്നെ ഒരു ജൈന മതം രാജാവാണ് ഉണ്ടാക്കിയത്. ശരിക്കും വസ്ത്രം ഇല്ലാതെ നിലയിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് തോന്നാൻ പാടില്ല. നമ്മൾ ഒന്നേ ഉള്ളൂ, ഭഗവാൻ മാത്രമേ ഉള്ളൂ. എല്ലാ ദിക്കിലും ഭഗവാനെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. നമ്മളെ വേറെ ആൾ നോക്കുന്നുമ്പോൾ വസ്ത്രം വേണ്ടി വരും. പിന്നെ ബാത്റൂമിൽ ഒരാൾ നോക്കില്ല വിചാരിച്ചാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. പിന്നെ ആരെങ്കിലും നോക്കുമ്പോഴേ വസ്ത്രം വേണ്ടി വരുന്നു. സുഖനുക്ക്, സനകാദികൾക്ക് ഒക്കെ വസ്ത്രമില്ലാതെ സഞ്ചരിക്കുന്നു പറഞ്ഞാൽ എന്താ കാരണം? അവർക്ക് വേറെ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് അവർക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. ആ നിലയിൽ എത്തിയിട്ട് വേണം. ഇത് അറിയാതെ ഈ രാജാവ് വസ്ത്രമില്ലാതെ ഇരുന്നാൽ മോക്ഷം കിട്ടും വിചാരിച്ച് ജൈനമതം, അങ്ങനെ ഒരു മതം ഉണ്ടാക്കി. പിന്നെ ഋഷഭദേവനെ നമസ്കരിക്കുന്നു. ഋഷഭദേവൻ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ചില സിദ്ധികളൊക്കെ കിട്ടി. വൈകായസ, മനോജപ, അന്തർധാന, പരകായ പ്രവേശ, ദൂരഗ്രഹണാദീനി ദൃശ്യോപഗതാനി നാഞ്ചസാനുപ ഹൃദയേന അഭ്യനന്ദത്. ആകാശം വഴി കൂടി സഞ്ചരിക്കാം, പക്ഷി പോലെ പറക്കാം. മനോജപ, അന്തർധാനം, പരകായ പ്രവേശം. ആരെങ്കിലും മരിച്ചു പോയാൽ പിന്നെ അവരുടെ ശരീരത്തിൽ നമുക്ക് സ്വയം കയറിയിരിക്കാം. അതുപോലെയാണ് തമിഴ്നാട്ടിൽ തിരുമൂലർ എന്ന പേരൊരു മഹാത്മാവുണ്ടായിരുന്നു. തിരുമൂലർ തിരുമന്ദിരം വലിയ മഹാത്മാവാണ്. മൂലന് ഒരു ആടുമാട് മേയ്ക്കുന്ന ഒരു കുട്ടി മരിച്ച് വീണു. കുട്ടി പറഞ്ഞാൽ ഒരു യുവാവ്. അപ്പോൾ ആ പശുക്കളൊക്കെ കരഞ്ഞുകൊണ്ട് അടുത്ത് നിൽക്കുന്നു, നമ്മൾ നോക്കാൻ ആളില്ലല്ലോ എന്ന്. അപ്പോൾ അവിടെ ഒരു സിദ്ധനും ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ മൂലൻ്റെ ശരീരത്തിൽ കയറി. അപ്പോൾ അതൊക്കെ സന്തോഷമായി. വീട്ടിലെത്തിയപ്പോൾ ഇദ്ദേഹം ജ്ഞാനിയല്ലേ, മന്ത്രങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭർത്താവിനെ ഒന്നും അറിയുന്നില്ലല്ലോ, ഇതൊക്കെ മന്ത്രമൊക്കെ പറയുന്നുണ്ടല്ലോ, ആരാണ് അവർക്ക് മനസ്സിലായിട്ടില്ല. കാരണം അങ്ങനെ തിരുമൂലർ തിരുമന്ദിരം, അദ്ദേഹത്തിൻ്റെ ചെറിയ ചെറിയ വാക്കുകൾ. മരത്തൈ മറൈത്തത് മാമത யானை, മരത്തിൽ മറൈந்தது മാമത யானை, പരത്തൈ മറൈത്തത് പാർമുതൽ ഭൂതം, പരത്തിൽ മറൈந்தது പാർമുതൽ ഭൂതം എന്നൊക്കെ ചെറിയ ചെറിയ വാക്കുകൾ. ഒരാൾ എന്ത് ചെയ്തു? രാത്രി സിനിമ കണ്ടിട്ട് രാത്രി വരുമ്പോൾ, രാത്രി നേരം ഒരു മരത്തിൻ്റെ കിള ഒടിഞ്ഞ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൂരത്തിൽ വന്ന ആൾക്ക് ഒരു ആന തുമ്പിക്കുണ്ട്, ഇങ്ങനെ തുമ്പിക്കാട്ടുന്നത് പോലെ തോന്നി. ഇപ്പോൾ ഒറ്റ ആന നിൽക്കുന്നുണ്ടല്ലോ, പേടിച്ച് അവിടെ തന്നെ നിൽക്കുന്നു, പോകുന്നില്ല. പുറകിൽ വേറെ ആൾ അതേപോലെ സിനിമ കണ്ടിട്ട് വരുന്ന ആൾ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നു? അവിടെ കണ്ടോളൂ, ആന തുമ്പിക്കാട്ടി നിൽക്കുന്നു. അപ്പോൾ പുറകിൽ വന്ന ആളുടെ കയ്യിൽ ടാർച്ചുണ്ടായിരുന്നു. അയാൾ ടാർച്ചടിച്ച് കാണിച്ചപ്പോഴാണ് മനസ്സിലായി ഒരു മരത്തിൻ്റെ കിള ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ ആടുന്നത് കണ്ടു. അതുപോലെ തന്നെ മരത്തൈ മറൈത്തത് മാമതയാണ്. ആന വന്നപ്പോൾ മറയില്ലേ, പിന്നെ എന്തായി? ടാർച്ചടിച്ച് കാണിച്ച ശേഷം ആ ആന അവിടെ മരത്തിൽ തന്നെ മറഞ്ഞു പോയി. മരത്തിൽ മറയുന്നത് മാമതയാണ്. അതുപോലെയാണ് പരത്തൈ മറയത്തത്, പരമാത്മാവായ ഭഗവാനെ മറച്ചു ഈ പാർമുതൽ ഭൂതം. ഈ പൃഥിവി, അപ്പു, തേജസ്, പഞ്ചഭൂതങ്ങളും ഭഗവാനെ മറച്ച് ഭൂതങ്ങളായിട്ട് കാണുന്നു, ലോകമായി കാണുന്നു. പിന്നെ പരത്തിൽ മറയുന്നത് പാർമുതൽ ഭൂതം. ഭഗവാനെ കണ്ടാൽ നമ്മൾ ഒരു ചൊല്ലാറുണ്ടല്ലോ, കല്ലൈ കണ്ടാൽ നായെ കാണും, നായെ കണ്ടാൽ കല്ലൈ കാണും.
ഒരു നായ് വരുമ്പോൾ അടിക്കാൻ കല്ലില്ലേ, കല്ല് കിട്ടിയപ്പോൾ നായ് കിട്ടില്ലേ, അങ്ങനെ വിചാരിക്കരുത്. ഒരു നായിൻ്റെ ബൊമ്മ കാണുമ്പോൾ കുട്ടി നായ പറയും. അത് നോക്കുന്ന ആൾ ഇത് ഏത് കല്ല് കൊണ്ടും ഉണ്ടാക്കിയതിന് അതിൻ്റെ കല്ല് സ്റ്റോൺ നോക്കുന്നവർക്ക് നായ കാണാൻ പറ്റില്ലേ, നായ കാണുന്ന കുട്ടിക്ക് സ്റ്റോൺ കാണാൻ പറ്റില്ലേ. അതുപോലെ ലോകത്തിൽ ഭഗവാനെ കാണുന്നവർക്ക് ലോകം കാണുന്നില്ലേ, ലോകത്തെ കാണുന്നവർക്ക് ഭഗവാനെ കാണാൻ പറ്റില്ലേ. അത് വൈകുണ്ഠ്യനെ നമുക്ക് കേൾക്കാം. ഹിരണ്യശിവ് കണ്ടപ്പോൾ തൂണ് കണ്ടു, പ്രഹ്ലാദൻ കണ്ടപ്പോൾ നരസിംഹനെ കണ്ടു. അപ്പോൾ ദോഷം ആരുടെ പേരിലാണ്? ദോഷം ഹിരണ്യശിവൻ്റെ പേരിലാണ്. ഒറിജിനൽ തൂണാണോ നരസിംഹമാണോ ചോദിച്ചാൽ നരസിംഹമാണ്. പക്ഷേ ഹിരണ്യശിവക്ക് നരസിംഹത്തെ കാണാൻ പറ്റാതായി. കാരണം ഹിരണ്യശിവൻ്റെ കണ്ണിലൊരു ദോഷമുണ്ടായിരുന്നു, തിമിരം ബാധിച്ചിരുന്നു, അജ്ഞാനമാകുന്ന തിമിരം. അത് ഒരു ഗുരുനാഥൻ ആ തിമിരം മാറ്റി, ഒരു കാറ്ററാക്ട് ആപേഷൻ പോലെ അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഈ അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചാൾക്ക് ജ്ഞാനമാകുന്ന ഒരു മഷി എഴുതിയാൽ മതി, തിമിരം മാറും. പിന്നെ ചക്ഷുഹു ഉന്മീലിതം, ആ കണ്ണ് പുറത്ത് തുറക്കാൻ പാടില്ല, ഉള്ളിലേക്ക് കാണാൻ സാധിക്കില്ല. കാണുന്ന ആ ഉൾക്കണ്ണ്, ജ്ഞാനക്കണ്ണ് ഗുരുനാഥൻ കൊടുക്കുമ്പോൾ മാത്രമേ, പ്രഹ്ലാദനക്ക് ജ്ഞാനക്കണ്ണ് കൊടുത്ത് നാരദൻ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കും എല്ലാം ഭഗവാനായിട്ട് കാണാൻ സാധിക്കും. കബീർദാസൻ അങ്ങനെയാണ് പറയുന്നു. गुरु कृपा अंजन पायो मेरे भाई, राम बिना कछु देखत नाही. गुरु कृपा अंजन पायो मेरे भाई, राम बिना कछु देखत नाही. अंदर राम बाहर राम, जहाँ देखे वहाँ पूर्ण ही काम. गुरु कृपा अंजन पायो मेरे भाई, राम बिना कछु देखत नाही. जागत राम सोवत राम, सपन में देखत राजा ही राम. कहत कबीरा अनुभवनी का, जहाँ देखे वहाँ राम सरी का. गुरु कृपा अंजन पायो मेरे भाई, राम बिना कछु देखत नाही. ഗുരുകൃപ അഞ്ജന, ഗുരുകൃപയാകുന്ന ആ മഷി ഇട്ട് കഴിഞ്ഞാൽ ജാഗതരാമ സോവതരാമ സ്വപ്നമേ, മിഴിച്ചിരിക്കുന്ന സമയത്തിലും സ്വപ്നം കാണുന്ന സമയത്തിലും എല്ലാദിക്കിലും ഞാൻ രാമനെ കാണുന്നു. പിന്നെ അന്തരരാമ, കണ്ണടച്ച് ഉള്ളിൽ നോക്കാളും രാമനെ കാണുന്നു, കണ്ണ് തുറന്ന് നോക്കുമ്പോഴും രാമനെ കാണുന്നു. ജഹാൻ ദേഖേ വഹാം, എവിടെ നോക്കിയാലും എനിക്ക് രാമൻ്റെ ദർശനം കിട്ടുന്നു. ഇത് ഞാൻ വെറുതെ കവിത എഴുതാൻ വേണ്ടി പാടിയിട്ടില്ല. കഹത്ത് കബീര അനുഭവനീക്ക, എൻ്റെ അനുഭവമാണ്. പക്ഷേ എന്നെപ്പോലെ നിങ്ങൾക്കും ഒരു നല്ല ഗുരുനാഥൻ കിട്ടണം, അത്രയേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാമാനന്ദൻ്റെ ഗുരുനാഥൻ്റെ ഒരു പാദദീക്ഷ കിട്ടി. ആ പാദദീക്ഷ കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ എല്ലാം കാണാൻ സാധിച്ചു. അങ്ങനെ ഈ ഋഷഭദേവൻ തനിക്ക് കിട്ടിയ ഈ സിദ്ധിയിലൊക്കെ തുച്ഛമാക്കി അദ്ദേഹം, കാരണം സിദ്ധന്മാർക്ക് പരകായ പ്രവേശമൊക്കെ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം പിന്നെ ഒരു കാട്ടുതീ കണ്ടപ്പോൾ ആ കാട്ടുതീയിൽ പ്രവേശിച്ചു. ആ കാട്ടുതീയിൽ മരിക്കുന്ന എല്ലാ ജീവികൾക്കും മുക്തി കൊടുത്തു എന്നാണ് പറയുന്നു. കാട്ടിൽ മരിക്കുന്ന എല്ലാ ജീവികൾക്കും മുക്തി കൊടുത്തു പറഞ്ഞപ്പോൾ പരീക്ഷത്തിന് അത്ഭുതമായി. എല്ലാ ജീവികൾക്കും എങ്ങനെ മുക്തി കിട്ടും ചോദിച്ചപ്പോൾ ഇവിടെ പറയുന്നു, ഭഗവാൻ വിചാരിച്ചാൽ എല്ലാവർക്കും മുക്തി കൊടുക്കും. പക്ഷേ മുക്തിയേക്കാൾ വലുതാണ് ഭക്തി. മുക്തിം ദദാതി കരിഹി ചിത്സ്മന ഭക്തിയോഗം. മുക്തിയേക്കാൾ വലുതാണ് ഭക്തി. അതുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭക്തി തരണേന്ന് പ്രാർത്ഥിച്ചോളൂ. ഭക്തിയെ തന്നാലും
ഭക്തിയെ തന്നാലും ഭക്തിയൊഴിച്ചൊന്നും വേണ്ടേ വേണ്ട. അങ്ങനെയാണ് മഹാത്മാക്കൾ പ്രാർത്ഥിക്കുന്നു. ഭക്തിയെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭക്തൻ്റെ ദാസനായി ഭഗവാൻ വരേണ്ടി വരുന്നു. ക്വച കിങ്കരോ വഹ ഇവിടെ പറയുന്നു. രാജൻ പതിർ ഗുരുരളം ഭവതാം യദൂണാം ദൈവം പ്രിയ കുലപതി ക്വച കിങ്കരോ വഹ. പാണ്ഡവന്മാരുടെ ദൂതനായിട്ടും പാണ്ഡവന്മാരുടെ സാരഥിയായിട്ടും ഇങ്ങനെയൊക്കെ ഭഗവാൻ വരാൻ കാരണം ആ പാണ്ഡവന്മാരുടെ ഭക്തിയാണ്. ഭക്തിയുടെ പെരുമ പറഞ്ഞുകൊണ്ട് ഋഷഭദേവനക്ക് നമസ്കരിച്ചുകൊണ്ടാണ് ഈ ഋഷഭദേവ ചരിത്രം സമർപ്പിക്കുന്നു.